പലപ്പോഴും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകാറുണ്ടല്ലേ? അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് വഴികാട്ടിയാകുന്ന ഒരു പ്രഭാഷണത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ജീവിതത്തിലെ വെല്ലുവിളികളെക്കുറിച്ചും വിജയത്തിലേക്കുള്ള വഴിയെക്കുറിച്ചുമുള്ള ചില ശക്തമായ ഉൾക്കാഴ്ചകൾ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണിതിൽ പറയുന്നത്. ആദ്യം തന്നെ ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ വാഗ്ദാനത്തെക്കുറിച്ചാണ്. പിന്നെ ആ വാഗ്ദാനം ലഭിക്കാൻ നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പും നമ്മുടെ ഭാവിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ പ്രഭാഷണം ആരംഭിക്കുന്നത് തന്നെ വളരെ ശക്തമായ ഒരു ഉറപ്പോടെയാണ്. ഒരുപക്ഷെ നിങ്ങൾ യോശുവയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരു വലിയ ജനതയെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ച ധീരനായ നേതാവ്. അദ്ദേഹത്തിന് ലഭിച്ച അതേ ഉറപ്പാണ് ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഇവിടെ നൽകുന്നത്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നിന്റെ ജീവിതകാലത്ത് ഒരാൾക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്തൊരു ഉറപ്പാണല്ലേ അത്! നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊന്നും നമ്മളെ പൂർണ്ണമായി തകർക്കാൻ കഴിയില്ല എന്നൊരു വാഗ്ദാനം. ഇതൊരു വെറും വാക്കല്ല, മറിച്ച് നമ്മുടെ യാത്രയിൽ നമ്മളെ സംരക്ഷിക്കുന്നൊരു വലിയ കോട്ട പോലെയാണ്. പക്ഷേ ഇവിടെയാണൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ഈ വാഗ്ദാനം വെറുതെ അന്ന് കിട്ടുന്ന ഒന്നല്ല. ഇതൊരു നിധി പോലെയാണെങ്കിൽ അത് തുറക്കാനൊരു താക്കോല് വേണം. അതായത് ഈ അവിശ്വസനീയമായ ഉറപ്പിന് ചില വ്യവസ്ഥകളുണ്ട്. അതെ, ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വ്യവസ്ഥയ്ക്ക് വിധേയമാണ്. നമ്മുടെ പ്രവൃത്തികളും തീരുമാനങ്ങളുമാണ് ഈ വാഗ്ദാനം നമ്മുടേതാക്കി മാറ്റുന്നത്. നമ്മൾ എന്തു ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ ഫലം. ഇതൊരു വളരെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ്, അല്ലേ? ഞാൻ നിനക്കൊരു വഴി കാണിച്ചു തരാം, പക്ഷേ നീ അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറി പരാജയപ്പെട്ടാൽ എന്നെ കുറ്റം പറയരുത്. ഇതിനർത്ഥം ദൈവം വഴികാട്ടിയാണ്, പക്ഷേ ആ വഴിയിലൂടെ നടക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കാല് വഴുതിയാൽ അതിന്റെ ഉത്തരവാദിത്വവും നമ്മുടേത് തന്നെ. അപ്പോൾ എന്താണ് ഈ പാത എന്ന് പറയുന്നത്? ഇതങ്ങനെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു രഹസ്യമൊന്നുമല്ല, വളരെ ലളിതമാണ്. ദൈവത്തിന്റെ കൽപ്പനകളാണ് ആ പാത. ആ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതാണ് ആ പാതയിലൂടെ നടക്കുക എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈയൊരു തിരഞ്ഞെടുപ്പിന്റെ 2 വശങ്ങളാണ്. നിയമാവർത്തനം എന്ന പുരാതന ഗ്രന്ഥത്തിലെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രഭാഷകൻ നമ്മുടെ മുന്നിൽ 2 വഴികൾ വയ്ക്കുകയാണ്. ഒന്ന് ജീവിതത്തിലേക്കുള്ളതും മറ്റൊന്ന് നാശത്തിലേക്കുള്ളതും. ഇത് വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലേ? ഒരു വശത്തെ അനുഗ്രഹം, അതെങ്ങനെ കിട്ടും? ദൈവകൽപ്പനകൾ അനുസരിക്കുമ്പോൾ അത് നമ്മളെ വിജയത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും നയിക്കും. മറുവശത്ത് ശാപം, അത് കൽപ്പനകൾ അനുസരിക്കാത്തതിൻ്റെ ഫലമാണ്. അത് പരാജയത്തിലേക്കും നാശത്തിലേക്കും കൊണ്ടുപോകും. തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. ഇവിടെയാണ് നമ്മൾ സ്വയമൊന്ന് ചോദിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതം എവിടെയെങ്കിലും ഒരു പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുകയാണോ? മുന്നോട്ടു പോകാൻ ഒരു വഴിയും കാണുന്നില്ലേ? എങ്കിൽ ഒരു നിമിഷം നിർത്തി ആലോചിക്കണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിയായ പാതയിലാണോ? ഈ ആത്മപരിശോധന എങ്ങനെ നടത്താം? അതിന് സഹായിക്കാനായി പ്രഭാഷകൻ വളരെ നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒരു അസുഖം പോലെ കാണുക. എന്നിട്ട് ഒരു ഡോക്ടർ സ്കാൻ ചെയ്ത് രോഗം കണ്ടുപിടിക്കുന്നത് പോലെ നമുക്കൊരു ആത്മീയ സ്കാൻ നടത്താം. അപ്പോൾ ഈ സ്കാനിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി രോഗം തിരിച്ചറിയുക. അതായത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ആദ്യം നമ്മൾ സമ്മതിക്കണം. രണ്ടാമതായി സ്കാൻ നടത്തുക. ഇവിടെ സ്കാനിംഗ് മെഷീൻ എന്ന് പറയുന്നത് ദൈവവചനമാണ്. അത് വെച്ച് നമ്മുടെ പ്രവൃത്തികളെയും ചിന്തകളെയും ഒക്കെ ഒന്ന് പരിശോധിക്കണം. മൂന്നാമതായി പ്രശ്നം കൃത്യമായി കണ്ടെത്തുക. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്, എവിടെയാണ് കൽപ്പനകൾ ലംഘിച്ചത് എന്ന് സത്യസന്ധമായി കണ്ടെത്തുക. നാലാമതായി ചികിത്സ തുടങ്ങുക. അതായത് ദൈവവുമായി വീണ്ടും നല്ലൊരു ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുക. പലപ്പോഴും നമ്മൾ നടത്തുന്ന ഈ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വളരെ ലളിതമായിരിക്കും. നമ്മുടെ നാശത്തിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ അനുസരണക്കേടാണ് പ്രശ്നം. അതായത് ദൈവം കാണിച്ചു തന്ന വഴിയിൽ നിന്ന് നമ്മൾ മാറി നടന്നതുകൊണ്ടാണ് ഈ പരാജയങ്ങളുണ്ടാവുന്നത്, അല്ലാതെ ദൈവത്തിൻ്റെ ഭാഗത്തുള്ള എന്തെങ്കിലും കുറവ് കൊണ്ടല്ല. പക്ഷേ ഒരു രോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചികിത്സയാണല്ലോ പ്രധാനം. അതുകൊണ്ട് ഈ പ്രഭാഷണം അവസാനിക്കുന്നത് ഒരു കുറ്റപ്പെടുത്തലോടെയല്ല, മറിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ ക്ഷണത്തോടെയാണ്. വഴിതെറ്റിപ്പോയൊരു കുട്ടിക്ക് വേണ്ടി കൈനീട്ടി കാത്തിരിക്കുന്നൊരമ്മയെപ്പോലെ ദൈവം നമുക്കായി കാത്തിരിക്കുന്നു. നമ്മളെ വിധിക്കുന്നതിനു പകരം ആ ശരിയായ പാതയിലേക്ക് തിരികെ വരാൻ തയ്യാറുള്ള ആർക്കും ദൈവം ഒരു കൈ തരുന്നുണ്ട്. അതൊരു അനുരഞ്ജനത്തിൻ്റെ ക്ഷണമാണ്. അതെ, എല്ലാം വന്നു നിൽക്കുന്നത് ഒരൊറ്റ തിരഞ്ഞെടുപ്പിലാണ്. നമ്മുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരൊറ്റ തീരുമാനം. ആ സ്നേഹത്തോടെയുള്ള ക്ഷണം സ്വീകരിച്ച് നമ്മുടെ വഴി തിരുത്താനുള്ള ഒരു തീരുമാനം. അവസാനമായി ഈ പ്രഭാഷണം നമ്മൾ ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ പാത നിങ്ങൾ തിരഞ്ഞെടുക്കുമോ? അനുഗ്രഹത്തിൻ്റെ ആ നല്ല ജീവിതമാണോ, അതോ ശാപത്തിൻ്റെ കഷ്ടപ്പാടുകളാണോ നിങ്ങൾക്ക് വേണ്ടത്? ആ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നിങ്ങളുടേതാണ്.